എന്റെ വീട്ടില് 3 പേരുണ്ടാകെ. ആ 3 പേർക്കും 3 ഇഷ്ടങ്ങളാ. ഒരാൾ പറയും അതുണ്ടാക്കണമെന്ന് പറയും, അയാളുടെ ടേസ്റ്റ് അല്ല മറ്റേ മോളാണെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരു തരത്തിന് ഹസ്ബൻഡിനാണെങ്കിൽ വേറെ ഒരു ഇഷ്ടം. പിന്നെ അതെല്ലാവർക്കും കൂടി ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഒരു പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ പിള്ളേര് കഴിച്ചിട്ട് പറയും ഇതാണ് കഴിച്ചാൽ അവർക്ക് വീട്ടിലൊന്നും ഇഷ്ടമല്ല. അതായി ഞങ്ങളുടെ 2 പേർക്കും പറയാണ്. ഉമ്മച്ചിക്ക് അതെ ഉപ്പച്ചിക്ക്. ഉമ്മച്ചിന്ന് പറയേ എന്താ അത് ഞാനും പറഞ്ഞു. ഉപ്പച്ചിക്ക് എന്താന്ന് വെച്ചാ എന്താ പറയാ, ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോകാന്നൊക്കെ കേൾക്കും. എന്നിട്ട് ഉപ്പച്ചി എന്താ പറയാ അതും മറന്നു. അയ്യോ ചേട്ടൻ നിക്കട്ടെ, ഞാൻ പറയാൻ വന്ന് മറന്നുപോയേ, ഞാൻ ഓർക്കട്ടെ. പാചകത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് കൊണ്ടുവന്ന് കൊടുക്കണ മദറിനിലേക്കൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇവിടെ പിള്ളേര് പറയും അത് പോരാ ഇത് പോരാ, കുറഞ്ഞു പോയി കൂടി പോയി എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും അത് വെറുതെ പറയുന്നതൊക്കെയാണെന്ന് എനിക്കറിയാം. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഫുഡൊക്കെ തന്നെയാണ്. ഉമ്മച്ചിയുടെ ചില ഫുഡുകളുണ്ട്, അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പച്ചി പറയും ഇതിന് ഉപ്പ് കറക്റ്റാണ്, ഇതിന് മധുരം കറക്റ്റാണ്. എല്ലാം ചില ടൈമിലാണ് പക്ഷെ അത് വരുള്ളൂ കേട്ടോ. ആ ടൈമിലാണ് അവര് എന്താ പറയാ മെയ്ഡ് ഫോർ റീച്ചത്. അല്ല ഞാൻ നോക്കുവായിരുന്നേ, ഈ ടേബിളിൽ മാത്രമേ പ്രഷർ കുക്കർ ഉള്ളൂ, ഇടിയപ്പം പിഴിയുന്ന സാധനമുള്ളൂ. അപ്പം ആക്ച്വലി എന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എന്റെ 4 പണി പൊറോട്ട ഫുൾ വെറൈറ്റി ആണല്ലോ ചേച്ചി ഇന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇതില് ബ്ലാക്ക് റൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു മുന്തിരിയുടെ ഒക്കെ ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു കളർ വരും അതിൽ. അപ്പൊ അതാണ് മെയിൻ പേരെന്നാ? വർഷാമൃതം. വർഷാമൃതം എന്നാണ് ഞങ്ങളുടെ പായസത്തിന്റെ പേര്. ചേച്ചിയുടെ പേരാണോ? അതെ, അല്ല അമൃതാഘോഷമുണ്ട്. അമൃതാഘോഷത്തിന്റെ കൂടെ അതെ, ഓണം എല്ലാ വർഷത്തിലും വരുന്നത്. അപ്പൊ വർഷത്തിലുണ്ടാക്കുന്ന ഒരു മധുരം ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അത് കൊള്ളാം. പിന്നെ ഇത് ചേച്ചി പുട്ടുണ്ടാക്കോ? അല്ല, പുട്ടല്ല. അതെന്താന്ന് വെച്ചാ പഴവും ഇത് റാഗിപ്പൊടിയാണ്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നൂൽപുട്ടുണ്ടാക്കും. എന്നിട്ട് അതിൽ ചേർക്കും ആ പായസത്തില്. പിന്നെ അതിനകത്ത് വേറെ വരുന്നുണ്ട്, ജിഞ്ചറിന്റെ നീര് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ലീഫ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, തുളസി. പിന്നെ ആ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടരുത്. അതന്നെ ഞെട്ടല്ലെന്ന് പറഞ്ഞ. അപ്പൊ എന്തായാലും എനിക്ക് കാണുന്നു. അതെ, ഇത് പനിക്കൂർക്ക. അത് പനിക്കൂർക്ക. പിന്നെ ഉണ്ടതില് തുളസി. ഇത് തുളസണ്ട, അത് ചൊറിയും. അയ്യോ ചൊറിയണോ? ചേച്ചി എന്റെ ദൈവമേ, എന്റെ മൂക്കൊക്കെ ചൊറിയോ? അതിടുവോ പായസത്തില്? അതിടും. അപ്പൊ ചൊറിയില്ലേ? നല്ല തോരനൊക്കെ ഉണ്ടാക്കും. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കണ്ടേ. കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോ ഞങ്ങള് കഷ്ടത്തിലാവും. ഞാൻ തയ്യാറാക്കി 2-3 പ്രാവശ്യം. ചേച്ചി പേരാ? എന്റെ ഒരു മിശ്രിയ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലാതെ ഹൗസ് വൈഫ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കല്യാണത്തിന് ശേഷം കുക്കിംഗ് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് പട്ടിണിക്ക് പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് കുക്കിംഗ് അറിയാത്തതിൻ്റെ പേരിൽ. അങ്ങനെ നമ്മളെ കണ്ണ് നിറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശപ്പിന്റെ വില അറിയുന്ന സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കുക്കിംഗ് പഠിക്കണം, എനിക്കും ഇത് ചെയ്യാൻ പറ്റും. അന്നെ പറ്റില്ല എന്ന് പറഞ്ഞാലും മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഞാൻ എൻ്റെതായ രീതിയിൽ, ആരും റെസിപ്പികളൊന്നും തന്നിട്ടല്ല, പലതും നമ്മൾ ചെയ്ത് പലതും ശരിയാക്കി ഇന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, അവസാനിപ്പിക്കണം എന്നൊക്കെ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്ന എൻ്റെ മോൻ്റെ മുഖം മാത്രമാണ്. അവനാണ് എനിക്ക് ജീവിക്കാനുള്ള ഒരു കരുത്തും എല്ലാത്തിനും അവൻ മാത്രമാണ്. എന്നെ കൊണ്ട് കഴിക്കാൻ മാത്രമേ പറ്റൂ. ഇതൊക്കെ ചെയ്ത് കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്ത്. ചെയ്ത് കാണിക്കാനും നിനക്ക് കഴിവില്ല എന്നുള്ളൊരിത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പാചകം ഇഷ്ടപ്പെടുകയും അതിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് ഒരുപാട് ട്രോഫികൾ നമ്മളെ വീട്ടിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ എനിക്ക് അത് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അയ്യോ, ഞാൻ പോയിട്ട് വരട്ടെ. അല്ല, നമ്മൾ പായസം കുടിക്കാനല്ലേ വന്നേ? അല്ല, അവിടെ ഇടിയപ്പോ പുട്ടും ഇവിടെ പുട്ട്. എല്ല് കരിക്ക് പ്രഥമൻ.
സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഹെൽത്തി ആണ്, ടേസ്റ്റിയാണ്. ഇതൊക്കെ പായസങ്ങള് ചേച്ചി വല്ലതും അറിയുന്നുണ്ടോ? മക്കളെ ഇപ്പൊ 5 മണി പുറകോട്ട് പോവാ. മില്ലറ്റ് വെച്ച് നമ്മൾ അട ഉണ്ടാക്കി എടുത്തു. ചാമരിയും പിന്നെ റാഗിയും വെച്ചിട്ട് അട ഉണ്ടാക്കി. ചേച്ചി വീട്ടിലുണ്ടാക്കും? വീട്ടിലുണ്ടാക്കി എടുത്താണ്, നമുക്ക് പരീക്ഷിക്കണ്ടേ. പിന്നെ അതെന്തായാലും വേണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പരീക്ഷണം എന്നുള്ളൊരു സാധനം. പക്ഷെ ഇത്രയും ഞാൻ പരീക്ഷണത്തിലേക്ക് പോയിട്ടില്ല. കാര്യം ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോ മടി പിടിച്ചിട്ട് സദ്യയുടെ എല്ലാ വിഭവം ഉണ്ടാക്കി കഴിയുമ്പോ മടി പിടിച്ചിട്ട് നമ്മൾ സ്ഥിരം വയ്യുന്ന പാൽപ്പായസം അടപ്പായസം മതി, അതങ്ങ് നിർത്തിയിട്ട് അടുക്കള ഒതുക്കിയിട്ട് പോവാൻ നോക്കും. കറ്റാർ വാഴ പ്രഥമൻ എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ട്. കറ്റാർ വാഴ പ്രഥമൻ ഫുൾ ഹെൽത്തി ആണ് ഫുൾ ഹെൽത്തി, ഫുൾ ഹെൽത്തി. അപ്പൊ ഈ കരിക്ക് നമ്മള് ഇതിനകത്ത് പ്രഥമൻ വൈറ്റ് കളറാണോ? അല്ലല്ലോ, ശർക്കര പായസാണോ? ശർക്കര മാത്രം. അമ്മയുടെ കൂടെ കൂട്ട് വന്നാന്നോ? അതോ അമ്മ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യും. ടേസ്റ്റ് നോക്കി ഹെൽപ്പ് ചെയ്യോ അല്ലാതെ ഹെൽപ്പ് ചെയ്യോ? അല്ലാതെ ഹെൽപ്പ് ചെയ്യും. ആണോ? പോയിട്ട് വരട്ടെ, ഇനി നിർത്തിയാ കൊള്ളുക. കുട്ടിക്കാലം മുതലേ എൻ്റെ അമ്മ എബ്രോഡിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇല്ലാത്ത ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ രുചിക്കൂട്ടുകളൊക്കെ പഠിച്ചത്. ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല, പക്ഷെ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ അച്ഛനെ തന്നെയാണ്. പായസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന ആ ഒരു പായസത്തിന്റെ രുചിക്കൂട്ടാണ് ഞാൻ ഇപ്പൊ എൻ്റെ മകൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ എൻ്റെ അടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അത് കഴിച്ചിട്ട് നല്ലതെന്നൊക്കെ പറയും. എൻ്റെ മോൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, മോനെ ഇതുപോലെ അച്ചാച്ചി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ മോൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. മേശയിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലേ മാം? ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് എല്ലാം നിറഞ്ഞു നിൽക്കണം. അതാണല്ലോ നമ്മുടെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം സമ്പൽ സമൃദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ അത് ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും വരട്ടെ, അതല്ലേ നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും മാം. സത്യം. അതെ, ഇത് മുളയരി അല്ലേ? ഇത് ചാമാരി, ഇത് പയറുപരിപ്പ്, കടലപ്പരിപ്പ്, ബാക്കിയെല്ലാം പായസത്തിന്റെ. ഇത് മഞ്ഞ ചക്കയോ? ഇത് ഞാൻ പംകിൻ കൊണ്ട് ഉണ്ടാക്കിയത് അടയാണ്. അട, ഓക്കെ. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക. ഇത് നെല്ലിക്കോ? ഞാൻ വിചാരിച്ചു തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാ. മക്കളെ ഇപ്പൊ 6 പടി പുറകോട്ട് പോട്ടോ. അതാണ് കൊള്ളാം. പിന്നെ ഇത് തേങ്ങാപ്പാൽ. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടാണ് ഞാൻ വളർന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട് കത്തി നശിച്ച് പഠിക്കാൻ പോലും ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വസ്ത്രങ്ങളില്ലാതെ ഇരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി എൻ്റെ അമ്മയും അച്ഛനും ഒത്തിരി കഷ്ടപ്പെട്ട ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് ലെവലായി വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ മരണം. അതിൽ ഞങ്ങളെ ഒത്തിരി തകർത്തു. അതിൽ നിന്നൊക്കെ ഒന്ന് മോചനമായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും സങ്കടകരമായ വിഷമം എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഒന്നും അച്ഛനില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഇപ്പോഴും. കുറച്ച് നാൾ മുമ്പ് ഞാൻ ബോണ്ടായും പരിപ്പോടെ ഉഴുന്നുവടയെല്ലാം ഉണ്ടാക്കി അടുത്തുള്ള കടകളിലെല്ലാം കൊണ്ട് സപ്ലൈ മോൻ ചെയ്യുമായിരുന്നു. ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്. ഇപ്പം പിന്നെ മോൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം വസ്തുവില്ലല്ലോ, വീടില്ലല്ലോ എന്നുള്ളൊരു വലിയ മനപ്രയാസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിളി വന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ വിളി ഞങ്ങൾക്ക്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്താണ് ഇവിടുന്ന് ഒരു കോൾ വരുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അമ്മേ ഇവിടെ എന്നാ അമ്മ എനിക്കൊരു സാധനം ഇരിക്കുന്നതിനോട് വെച്ചാൽ എനിക്ക് റോസാപ്പൂ. എനിക്ക് അയ്യോ, എനിക്ക് അതിന്റെ അല്ല, ഈ റോസാപ്പൂവും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ അമ്മേ? അതാ കണ്ടോ അമ്മയ്ക്ക് എനിക്ക് കൊണ്ടുവന്നാ എനിക്കില്ലേ? ചോദിച്ചു പക്ഷെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതൽ. ആദ്യം എനിക്കാ തന്നല്ലേ അമ്മ? കണ്ടോ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതൽ. അമ്മയ്ക്ക് മാത്രം ലോകം മൊത്തം ചേച്ചിയോട് മോളോടായിരിക്കും കൂടുതൽ സ്നേഹം. ചേട്ടൻ ഒരു മോനേ ഉള്ളോ? അല്ല, മോളും ഉണ്ട്. മോളും ഉണ്ട്. ഇത് മൂത്തതാ അല്ലേ? മൂത്തതാ. അപ്പൊ അതുകൊണ്ടല്ലേ അമ്മയുടെ കൂടെ വന്നേ. അമ്മ ഇന്ന് എന്നാ സ്പെഷ്യൽ ചെയ്യാൻ പോന്നെ? ക്യാരറ്റ്, ബർമസില്, അട. അട, ഓക്കെ.
ഇതിന് പേര് വല്ലതും ഉണ്ടോ? ഇത് ഞാൻ ചുറ്റി വന്നോ പല പേരുകൾ പഠിച്ചാ വന്നേ. ഉണ്ട്. ക്യാരറ്റ് ബെർമൻസെല്ലി അടപ്രഥമൻ. അടപ്രഥമൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.